എന്റെ തന്നെ ഒരു കാര്യം പറയാനാ. അത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാല്, എന്റെ സിനിമ ഹിഡൻ ക്യാമറ ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ല, ചില സാങ്കേതിക കാരണങ്ങൾ, കാരണം ഇതിനകത്ത് ഒന്ന് രണ്ട് മരണങ്ങൾ സംഭവിച്ചതിന്റെ പേരിൽ സിനിമ സെക്കൻഡ് ഷെഡ്യൂൾ നീണ്ടു പോന്നു. അതൊരു നമ്മുടെ ഹീറോയുടെ മുടിയുടെ കാര്യങ്ങൾ സെറ്റ് ആയ കാര്യം, അവര് ഇപ്പം മുടിയൊക്കെ വെട്ടിയേക്കാണ്, പിന്നെ അവരുടെ ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോ ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ സിനിമ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എന്റെ സിനിമയുടെ പേര് ഹിഡൻ ക്യാമറ എന്നുള്ള സിനിമയുടെ പേരും പറഞ്ഞിട്ട് അതിന്റെ സെക്കൻഡ് ഹീറോയിനാണെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് ആൾക്കാർ, പല ആൾക്കാർക്ക് ഫോട്ടോസുകൾ സെൻഡ് ചെയ്യുകയും അവരെന്നെ വിളിക്കുകയും ചെയ്തു. പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ, സ്ക്രിപ്റ്റ്, പിന്നെ എല്ലാം ഒരാളാന്ന് പറഞ്ഞ് വേറെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയി സംസാരിച്ചു. അപ്പം പിന്നെ ആ പ്രൊഡ്യൂസർ എന്റെ നമ്മുടെ ഡയറക്ടറെ അരുൺ സാറിനെ അറിയാവുന്നതിന്റെ പേര് പുള്ളിക്കാരനെ വിളിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞ അതിന്റെ അപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഇന്ന പോലെ ആ ഡയറക്ടറിനെ എനിക്ക് അറിയാവുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വായടച്ചു. പിന്നെ അതുകൊണ്ട് നേരിട്ട് അരുൺ സാറിനെ, നമ്മുടെ ഡയറക്ടറിനെ വിളിച്ച് ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞ ഹിഡൻ ക്യാമറ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് പറഞ്ഞിട്ടാണ് വേറൊരാള് പോയി വേറൊരു പ്രൊഡ്യൂസറിനെ കണ്ട് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ധാരണയായപ്പം എൻക്വയറി നമുക്ക് വന്നു, ഇന്ന പോലെ സംഭവം പറഞ്ഞപ്പോ ഞാൻ നേരെ ഡയറക്ടറിനെ വിളിച്ചു. ഞാൻ ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ ഹിഡൻ ക്യാമറ മലയാളത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്നും പറഞ്ഞു ഒരാൾ വിളിച്ചു, പിന്നെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ക്യാൻവാസ് ചെയ്തു. അപ്പൊ അത് ആ ഡയറക്ടർ, ആ പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടോ, നിങ്ങൾ ഇതുപോലെ പടം മലയാളത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. കാരണം ഇത് അരുൺ സാർ തന്നെ ഫസ്റ്റ് കോപ്പി എഡിറ്റിംഗ് ആക്കി വെച്ച സാധനം, അതായത് ഞങ്ങളുടെ സിനിമ അല്ല ആക്കി വെച്ച സാധനത്തിന്റെ പേരും പറഞ്ഞ് പല ആൾക്കാർ നിലവിലുണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നു, ഈ ഹിഡൻ ക്യാമറ എന്ന തമിഴ് മൂവിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആരെ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് അസിസ്റ്റന്റോ ഇതിനകത്തുള്ള സെക്കൻഡ് ഹീറോയിനോ അല്ല അതിനകത്തുള്ള ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നമ്മളോട് ഡയറക്റ്റ് ബന്ധമുള്ള ആൾക്കാരാണ്, കോൺട്രാക്ടുകൾ. ഇത് സെക്കൻഡ് ഹീറോയിൻ പറഞ്ഞ് പല ആൾക്കാരും ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഫോട്ടോകൾ കൊടുത്തിട്ട് അവരുടെ ബയോഡാറ്റയ്ക്കകത്ത് ഹിഡൻ ക്യാമറ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചെന്നും പറഞ്ഞ് പല രീതിയിലുള്ള വീഡിയോകൾ വരുന്നുണ്ട്. ഇതും ഞങ്ങളും തമ്മിൽ യാതൊരു രീതിയിലുള്ള ഒരു ബന്ധവുമില്ല. ഇനി അതിനകത്ത് പോയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, യാതൊരു രീതിയിലുള്ള, അല്ലെങ്കിൽ എന്റെ മെയിൽ അടിക്കാത്തതുകൊണ്ട്. കാര്യം ഈ ഫോട്ടോസൊക്കെ ഇനി ഞാനൊരു കാര്യം പറഞ്ഞു, ഇനി ഇതിന്റെ പേരും ഹിഡൻ ക്യാമറ എന്ന സിനിമയുടെ പേരും പറഞ്ഞ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ബയോഡാറ്റയ്ക്ക് ഇത് വെക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ആടെ ഫോട്ടോ ഞാൻ എന്റെ ഇതിനകത്തൂടെ ഞാൻ പബ്ലിസിറ്റി ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ തള്ളിക്കോ എവിടെ വേണമെങ്കിലും പറഞ്ഞോ, എന്റെ സിനിമയുടെ പേരിട്ടിട്ട് പലയിടത്തും പോയിട്ട് ഞാൻ ഇന്ന പോലെ സെക്കൻഡ് ഹീറോയ്ക്ക് അഭിനയിച്ചെന്ന് പറഞ്ഞു ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. ഈ ഡയറക്ട് ചെയ്യുന്ന ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ തമ്മിലുള്ളതാണ് ഇടപാടുള്ളത്. മൂന്നാമത് ആരാ ഈ പുതിയ ഡയറക്ടർ എന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അതിന്റെ പേര് ഞാൻ ഒരു കാര്യം പറയാം, അനാവശ്യമായിട്ടുള്ള പരിപാടി ചെയ്തിട്ട് എന്തെങ്കിലും വള്ളിയായിട്ട് നമ്മുടെ അടുത്ത് വരരുത്. കാരണം ഇതിനകത്ത് ആരുമില്ല. അരുൺ പൂത്തണൽ എന്ന വ്യക്തിയും ശംഭുൻ എന്ന ഞാനും രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള. മൂന്നാമതൊരാളെ ഞാൻ ഒരു പരിപാടിക്ക് ഏൽപ്പിച്ചിട്ടുമില്ല, ഒരു പരിപാടി ഏൽക്കുകയില്ല. അതും പറഞ്ഞു വരുന്ന ആൾക്കാരെ എനിക്ക് അറിയത്തുമില്ല, ഫ്രോഡാണ്. ഓക്കെ, താങ്ക് യു.